ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് മാമം റോഡ് സൈഡിലുള്ള മാമം കാളച്ചന്തയിലാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, മറക്കരുത്. ഇവിടെ പശു, കാള, പോത്ത്, എരുമ എല്ലാം ഇവിടെ ലഭ്യമാണ്. ഇവിടെ പണ്ട് രാജാവിൻ്റെ കാലത്ത് ഇവയുടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ചന്തയാണ് ഇത്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഇതിൻ്റെ വിശേഷങ്ങൾ ഇവിടുത്തെ വ്യാപാരികളുടെ തന്നെ ചോദിക്കാം. രാവിലെ ഞായറാഴ്ച ഉച്ചയോട്ട് ഇവിടെ ലോഡ് വന്നു തുടങ്ങി. എല്ലാം പോയാ? ഇല്ല, ലോഡ് വേറെ ഉണ്ട്, വേറെ കൊണ്ട് കെട്ടിയിരിക്കുന്നു. എവിടെ? ആറ്റിൽ കൊണ്ടുപോയി കുളിപ്പിക്കാനായിട്ട് കൊണ്ടുവരും. അതിന് ഒരു 10 മണിയെ അടുപ്പിച്ചാവും. വേറെ ലോഡ് വരാൻ ഉണ്ട്, തോനെയുണ്ട്. ഇത് എവിടെന്നാണ് ഈ കാളയൊക്കെ കൊണ്ട്? ഇത് ആന്ധ്ര, കർണാടക ഇങ്ങനെ ആയിരുന്നാണ്. ബ്രീഡാണ് കിടക്കുന്നല്ലോ കിടക്കുന്നത്. അപ്പൊ ഇത് വിൽക്കുന്ന ഏത് ടൈപ്പ് ആൾക്കാരാണ് വാങ്ങിക്കണേ? ഇറച്ചിക്കാണോ വളർത്താനായിട്ടൊന്നും മുടി വ്യവസായക്കാരെ വന്ന് മേടിക്കത്തുള്ളൂ. ഈ ഇറച്ചികൾ വരുവായില്ല, കുട്ടികൾ ഇറച്ചികൾ വലിയതുണ്ട്, വലിയ ഇതുണ്ട്. അത് ഫോമിൽ നിൽപ്പുണ്ട്, അത് തൂക്കിയാണ് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ ചന്തയിലെ ബിസിനസ്സുകാരനാണ്. നമ്മ ചന്തയില് ആൾക്കാർ വന്നാൽ കന്നാലി വാങ്ങിച്ചു കൊടുക്കാനും കാര്യങ്ങളൊക്കെ 40 വർഷം കൊണ്ട് ഈ ചന്ത ചരിത്രം അറിയാമോ? ചരിത്രത്തിനെ കുറിച്ച് അത്ര പോരെ. തുടങ്ങിയതൊക്കെ നമ്മൾ അച്ഛൻ്റെ കാലത്തൊക്കെ തുടങ്ങിയ ചന്ത നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഞാൻ ഇതിൽ ബിസിനസ്സുകാരനാണ്. മാട് കച്ചവടം കാര്യങ്ങളും ഒറ്റയ്ക്ക് 40 കൊല്ലം കൊണ്ട് ഞാൻ ഇവിടെ ചന്തയിൽ നിന്ന് തന്നെ കച്ചവടങ്ങളൊക്കെ ചെയ്യണത്. നമ്മളെ വീട്ടിൽ അരി മേടിക്കണേ ഇതുകൊണ്ട് തന്നെ. അന്ന് കുറേ ബ്രോക്കർമാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആരും ഇല്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ കൊറോണ വന്നതിനായിട്ട് ചന്ത അങ്ങ് പോയി. തോലോട് കന്നാലി ഒരു പാർട്ടി കൊണ്ടുവരും. അതിൽ 10 രൂപ എണ്ണം വയ്ക്കും, ബാക്കി അവർ തിരിച്ചുണ്ട്. പുള്ളി കോലിക്കോട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നല്ല മഹിമയുള്ള ചന്തയായിരുന്നു. ഞാൻ പേരിട്ട പിന്നെ ഇപ്പൊ പൊതുവെ കുറവാണ്. മാടൊന്നും ആരും കൊണ്ടുവരുന്നില്ല. പണ്ട് വരുമായിരുന്നു. ഈ കൊറോണയ്ക്ക് മുമ്പ് ഇവിടെ കന്നാലി ഇഷ്ടം പോലെ കന്നാലി വന്നിരുന്നതാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിലൂടെ കന്നാലേ വരുള്ളൂ. പിന്നെ ഇഷ്ടം പോലെ പശുക്കളും ഈ സമയമൊക്കെ ആകുമ്പോഴേ ചന്ത മൊത്തം നിറച്ച് കന്നാലിയായിരുന്നു. ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഇവിടെ ഇത് മാത്രമേ ഇപ്പൊ ലാലയില്ല ചന്ത. അപ്പൊ അവര് മുനിസിപ്പാലിറ്റി നാളെ ഒന്ന് പിടിക്കുകയാണ്. ഒരു മാട്ടിന് 40 രൂപ കൊടുക്കും. മാട്ടിന് 40 രൂപ. അല്ല, വിറ്റാലും വിറ്റില്ലെങ്കിലും ചന്തയെ കൊണ്ടിട്ടാ ഇത് കൊടുത്തത്. തിരിച്ചുകൊണ്ടുവന്നാൽ കൊടുക്കണം, 40 രൂപ കൊടുക്കണം. കാളച്ചന്തയുടെ ചരിത്രവും കാളച്ചന്തയും ഒരു കൊറോണയ്ക്കും തുടച്ചു നീക്കാൻ കഴിയില്ല. അത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. താങ്ക് യു.